പ്രധാനപ്പെട്ട വാർത്ത വരുന്നു, അതിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് ബിസ്മീറിന്റെ മരണത്തിൽ ചികിത്സ നിഷേധിച്ച വിളപ്പിൽശാല ആശുപത്രിയിലേക്ക് ഇപ്പോൾ യുവമോർച്ച പ്രതിഷേധം നടത്തുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉണ്ട്. ആദിൽ പാലോട് വിവരങ്ങളുമായി. ആദിൽ, ബിസ്മീറിന്റെ മരണം ശ്വാസം മുട്ടിയാണ്. ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ്. ഗേറ്റ് തുറക്കുന്നത് മുതൽ തുടങ്ങിയ അനാസ്ഥയുടെ ദൃശ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ദൃശ്യങ്ങൾ അതിന്മേൽ പരിശോധന നടത്തുന്നെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞതല്ലാതെ നടപടിയിലേക്ക് കടന്നിട്ടില്ല. അവിടെ ഒരു പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങൾ. യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിളപ്പിൽശാല സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് രണ്ട് സംഘടനകളും സമരവുമായി എത്തിയത്. ഇവിടെ നിന്നും 100 മീറ്റർ മാത്രമാണ് സർക്കാർ ആശുപത്രിയിലേക്ക് ദൂരമുള്ളത്. അതിന് മുന്നിൽ തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് ഇവിടെ പൂർണ്ണമായും ഗതാഗതം തടഞ്ഞിരുന്നു. അങ്ങോട്ടേക്ക് കടക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും തടയുകയായിരുന്നു ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ്. പക്ഷേ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ ബാരിക്കേഡ് മറിച്ചിടാൻ ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ശ്രമമുണ്ടായി. ഇപ്പോൾ യുവമോർച്ച കൂടി ബാരിക്കേഡിന് മുകളിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അടിയന്തരമായ നടപടി വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ ഉണ്ടാകണം എന്നുള്ളതാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ 1:30ക്കാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നത്. 1:30ക്ക് ശ്വാസതടസ്സവുമായി ബിസ്മീർ എന്ന് പറയുന്ന 37 വയസ്സുകാരനെ ഭാര്യ ജാസ്മിൻ തന്റെ ഇരുചക്ര വാഹനത്തിൽ വിളപ്പിൽശാല സർക്കാർ വരാന്തയിൽ ബിസ്മീർ ഇരിക്കുന്നതും ആശുപത്രിയുടെ ഗേറ്റ് തുറക്കാൻ ഗ്രില്ല് തുറക്കാൻ മിനിറ്റുകൾ എടുക്കുന്നതുമുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ആദ്യം വരാന്തയിലിരിക്കുന്നു, പിന്നീട് പെട്ടെന്ന് തന്നെ ശ്വാസതടസ്സമുണ്ടായി വലിയ തോതിൽ അസ്വസ്ഥനാകുന്നതും നിലവിളിക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. ഒപ്പം ഭാര്യ ജാസ്മിൻ പരിഭ്രാന്തയായി ഈ ഗേറ്റ് തുറക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അതായത് കേരളത്തിലെ മനുഷ്യരുടെ മനസാക്ഷിയെ തന്നെ വേദനിപ്പിച്ച ദൃശ്യങ്ങളാണ് ഇന്നലെ റിപ്പോർട്ടറിലൂടെ പുറത്തുവിട്ടത്. ഏതായാലും ആ ദൃശ്യങ്ങൾക്ക് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. വിവാദമായി ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിന്റെ നേർക്കാഴ്ചയാണ് സ്മൃതി ഇപ്പോൾ നമ്മൾ കാണുന്നത്. യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധമാണ് ഇപ്പോൾ വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്ക് തൊട്ട് മുന്നിൽ കാണുന്നത്. വിളപ്പിൽശാല ആശുപത്രിയിൽ വീഴ്ച വരുത്തിയ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു, നഴ്സ് ഉണ്ടായിരുന്നു. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊള്ളു. ഇപ്പോൾ ബാരിക്കേഡ് തിരിച്ചു മറിക്കുകയാണ് പോലീസ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സ്മൃതി, ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. ബാരിക്കേഡ് തിരിച്ച് മറിച്ചിടുകയാണ്. ഇങ്ങോട്ട് ബാരിക്കേഡ് ഒരു വശത്തേക്ക് പ്രവർത്തകരെല്ലാവരും ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പോലീസ് സംഘർഷത്തിന്റെ സാഹചര്യമാണ്. പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. വിളപ്പിൽശാല ആശുപത്രിക്ക് മുന്നിലാണ് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൽ ആശുപത്രിക്ക് മുന്നിൽ സംഘർഷാവസ്ഥയാണ്. സമയത്രയായിട്ടും ആശുപത്രി അധികൃതർ ഈ സംഭവത്തിൽ കാര്യമായ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല എന്നാണോ? ഇപ്പോഴും ന്യായമായ ഒരു വിശദീകരണം നൽകാൻ ആശുപത്രി അധികൃതർക്ക് സാധിച്ചിട്ടില്ല. പട്ടി കയറും, നായ കയറും എന്ന് പേടിച്ചിട്ടാണ് രാത്രികാലങ്ങളിൽ ആശുപത്രിയുടെ ഗേറ്റ് അടച്ചിടുന്നത് എന്നാണ് സൂപ്രണ്ട് വിശദീകരിച്ചത്. പിന്നീട് വിശദമായ അന്വേഷണത്തിൽ ഗേറ്റ് പൂട്ടിയിരുന്നില്ല, അടച്ചിടുക മാത്രമാണ് ചെയ്തത് എന്ന വിശദീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണം, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ബാരിക്കേഡുകൾ മറിക്കുന്നു, ബാരിക്കേഡ് തള്ളി നീക്കുന്ന പ്രവർത്തകരെയാണ് സ്മൃതി ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതായാലും ആശുപത്രിയുടെ വിശദീകരണം ദുർബലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് വിശദമായ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ആ നിർദ്ദേശം അനുസരിച്ചുള്ള അന്വേഷണം DMO തലത്തിൽ തുടങ്ങി എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇനിയിപ്പോൾ അറിയേണ്ടത്
ഇനിയിപ്പോൾ പ്രധാനമായും അറിയേണ്ടത് DMO തലത്തിലുള്ള അന്വേഷണത്തിൽ എന്തൊക്കെ വീഴ്ചകൾ കണ്ടെത്തും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ആശുപത്രിയിൽ എത്ര നേരം ഇയാൾ കാത്തിരിക്കേണ്ടി വന്നു, രോഗി ബിസ്മീർ കാത്തിരിക്കേണ്ടി വന്നു, ഒപ്പം ഏതൊക്കെ രൂപത്തിലുള്ള ചികിത്സയാണ് നൽകിയത്, ചികിത്സ നൽകിയതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണത്തിൽ വ്യക്തത വരും. പക്ഷേ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം, ന്യായീകരണം ആശുപത്രിയുടെ ദുർബലമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ വിളപ്പിൽശാല ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായിരിക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോഴിതാ ബാരിക്കേഡ്, 3 ബാരിക്കേഡുകളാണ്, പോലീസിന്റെ ഷീൽഡ് എടുത്തെറിയുന്ന പ്രവർത്തകരെ കാണാം. അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. യൂത്ത് കോൺഗ്രസ് നേമം ഷജീറിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. നേമം ഷജീറിന് ചെറിയ തോതിൽ പരിക്കേറ്റിരിക്കുന്നതും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂക്കിന് പരിക്കേറ്റിട്ടുണ്ട് നേമം ഷജീറിന്. ഏതായാലും യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധമാണ് ഇപ്പോൾ വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. ജീവനക്കാർക്കെതിരെ വീഴ്ച വരുത്തിയ സർക്കാർ ഡ്യൂട്ടി ഡോക്ടർക്കെതിരെ, നഴ്സിനെതിരെ